ഇന്നത്തെ നമ്മുടെ ഇൻവൈറ്റഡ് ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് ഗിന്നസ് സത്താർ സാർ ആണ്. അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ടുണ്ടെന്ന് 2016 ലോകത്തിലെ ഏറ്റവും ചെറിയ, അതായത് നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് വായിക്കാൻ കഴിയുന്ന 3137 പുസ്തകങ്ങൾ രചിച്ച് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള അദ്ദേഹം ആണ് ഗിന്നസ് സത്താർ സാറ്. അതോടൊപ്പം തന്നെ ഇപ്പോ കേരളത്തിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവിയും അദ്ദേഹം വഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നേ വരെ ലോകത്തിൽ ആർക്കും അദ്ദേഹത്തിന്റെ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അൺബ്രേക്കബിൾ റെക്കോർഡ് ഹോൾഡർ ആണ് സാറ്. അപ്പൊ എന്നിട്ട് ഒരുപാട് അധികം സന്തോഷം സാർ ഇന്ന് നമ്മുടെ ഈ ഒരു ഇവന്റ്, ദാറ്റ് ഈസ് നമ്മുടെ എഡ്യൂക്കേഷൻ ഫെയറിൽ പാർട്ടിസിപ്പേറ്റ് എത്തിയതും അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒത്തിരി അധികം സന്തോഷമുണ്ട്. ആൻഡ് എങ്ങനെയുണ്ടായിരുന്നു സാർ നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ ഫെയർ? ഇത് ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ തലമുറ വിദേശത്ത് പോയി പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ മലേഷ്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മലേഷ്യ ശരിക്കും പറയുകയാണെങ്കിൽ ഏഷ്യയിലെ തന്നെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി ഏഷ്യയിൽ മലേഷ്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിദേശ രാജ്യത്ത് പല വിവിധ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും കുട്ടികൾക്ക് ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ മനസ്സിലാക്കി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. കുട്ടികൾക്കും അവിടെ താമസിക്കുക, അതുപോലെ തന്നെ പഠിക്കുക, അതുപോലത്തെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മലേഷ്യ വളരെ ആപ്റ്റായിട്ട് ചുരുങ്ങിയ ചെലവിൽ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇതിലെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ രക്ഷിതാക്കളൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. പിന്നെ ലോകത്തിലെ തന്നെ വളരെ പഴക്കം ചെന്നിട്ടുള്ള മലായ യൂണിവേഴ്സിറ്റി, അതുപോലത്തെ വിവിധ നല്ല യൂണിവേഴ്സിറ്റികൾ അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ രക്ഷിതാക്കൾക്ക് ഈ മലേഷ്യൻ ഗവൺമെൻറ് നേരിട്ട്, അതായത് ഈ ഇത്തരം കാര്യങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നടത്തി കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യുന്നൊരു സംവിധാനമാണ്. ഇതാണ് എഡ്യൂക്കേഷൻ മലേഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തെ പോലെയുള്ള അതിസമ്പന്നരല്ലാത്ത എന്നാൽ വിദ്യാഭ്യാസത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന, വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത് തന്നെ ഭാവിയിലേക്കുള്ള പാസ്പോർട്ട് എന്നാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ പാസ്പോർട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചുരുങ്ങിയ ബഡ്ജറ്റിൽ എന്നാൽ മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു ഇടമായിട്ടാണ് മലേഷ്യയെ ഞാൻ മനസ്സിലാക്കുന്നത്. എയിംസോൺ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മലേഷ്യയുടെ ഒരു ഒഫീഷ്യൽ പാർട്ട്ണറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. തീർച്ചയായിട്ടും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 100 കണക്കിന് വിദ്യാർത്ഥികളെ ഇന്ത്യയിൽ നിന്ന് മലേഷ്യയിൽ കൊണ്ടുപോകാനും അവർക്ക് എല്ലാ അർത്ഥത്തിലും മികച്ച സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എയിംസോണിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും മലേഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ പ്രതിനിധികളെയൊക്കെ പങ്കെടുപ്പിച്ച് ഇത്രയും നല്ല രീതിയിൽ ഇങ്ങനെ ഒരു ഫെയർ സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും ഒപ്പം തന്നെ സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ആ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിനും ഇത്തരം ഫെയറുകൾ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും എയിംസോണിനും അതിൻ്റെ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരാണ്. കാരണം നമ്മുടെ പുതിയ തലമുറ വിദ്യാഭ്യാസമാണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു സാധ്യത. എന്നാൽ തന്നെ നിരന്തരം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ലോകമായതുകൊണ്ട് അത് ഉന്നത വിദ്യാഭ്യാസം കിട്ടണം. ഇപ്പോൾ വിദേശത്തൊക്കെ പോയി പഠിക്കുമ്പോൾ കിട്ടുന്നൊരു ഗുണം, വിവിധ രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികളുമായിട്ട് നമുക്ക് ഇടപഴകാനും അവരുടെ സംസ്കാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. തീർച്ചയായിട്ടും ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ഒരു ഏകധ്രുവ ലോകമാണ്. ആ ലോകത്ത് ഇത്തരം വിദ്യാഭ്യാസങ്ങൾ നേടുന്നവർക്ക് വളരെ ഈസി ആയിട്ട് അവർക്ക് ഈ ലോകത്ത് അവരുടെ കയ്യിലുള്ള എല്ലാവിധ അവരുടെ സ്കിൽസ് ഉപയോഗപ്പെടുത്തി ലോകത്തിന് തന്നെ അതിൻ്റെ മികവ് നൽകാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നിങ്ങളുടെ അതിഥിയായി ഇത്രയും വലിയ ഒരു ഇതിൽ, പ്രത്യേകിച്ച് വിവിധ യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്ന ഇതിലേക്ക് എന്നെ അതിഥിയായി ക്ഷണിച്ചതിൽ എൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും കഴിക്കും. നമുക്ക് ഒരുപാട് സന്തോഷം സാർ. സാറിന്റെ പ്രസൻസ് ഭയങ്കര വാല്യുബിൾ ആണ് ഇന്നത്തെ ദിവസത്തിൽ. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. വെൽക്കം.